നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കരുത്തുറ്റ പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു STK 413-420 2.1 ചാനൽ ആംപ്ലിഫയർ ബോർഡാണ്. മികച്ച ഓഡിയോ ക്ലാരിറ്റിയും പവറും ആഗ്രഹിക്കുന്നവർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് H ആംപ്ലിഫയർ ബോർഡാണിത്. ഇതിന്റെ വാട്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റീരിയോ ചാനലുകൾക്ക് 75+75 വാട്ട്സും സബ്വൂഫറിനായി പ്രത്യേകം 120 വാട്ട്സ് ഔട്ടുമാണ് ഇത് നൽകുന്നത്. 8 ohms ഇംപെഡൻസിലാണ് ഈ പവർ ഔട്ട്പുട്ട് ലഭിക്കുക. ഈ ബോർഡിന്റെ പവർ സെക്ഷൻ ശ്രദ്ധിക്കുക. ഡ്യുവൽ വോൾട്ടേജ് ഇൻപുട്ടിലാണ് ഈ ബോർഡ് പ്രവർത്തിക്കുന്നത്. ലോ വോൾട്ടേജിനായി 290-29 AC-യും ഹൈ വോൾട്ടേജ് സെക്ഷനായി 45-045 AC-യും ഇതിന് ആവശ്യമാണ്. ക്ലാസ് H സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ വോൾട്ടേജ് സ്വിച്ചിങ് കാര്യക്ഷമമായി നടക്കുകയും ബോർഡ് അമിതമായി ചൂടാവാതെ മികച്ച ഔട്ട്പുട്ട് നൽകുകയും ചെയ്യുന്നു. ഹോം തിയേറ്റർ നിർമ്മാണത്തിനും ഹൈഫൈ ഓഡിയോ സിസ്റ്റങ്ങൾക്കും അനുയോജ്യമായ ഈ ബോർഡ് ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ട് പഞ്ചിങ് ബേസും ഉറപ്പു നൽകുന്നു. ഈ ആംപ്ലിഫയർ ബോർഡിന് മികച്ച റിസൾട്ടിനായി 5 ആംപിയറിന് മുകളിലുള്ള ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ഈ ബോർഡിന്റെ മോഡൽ നമ്പർ വരുന്നത് AX-PCV 2603 ആണ്. ഈ ബോർഡ് പുറത്തിറക്കുന്നത് ഓഡിയോ സർക്യൂട്ടുകളിൽ വളരെ പോപ്പുലറായ ഓഡിയോ X ആണ്. എന്താണ് ഒരു ക്ലാസ് H ആംപ്ലിഫയറിനെ വ്യത്യസ്തമാക്കുന്നത്? ഇതിന്റെ പ്രധാന പ്രത്യേകത ഇതിലെ മൾട്ടിപ്പിൾ വോൾട്ടേജ് റെയിലുകൾ ആണ്. സാധാരണ ആംപ്ലിഫയറുകൾ എപ്പോഴും ഒരേ വോൾട്ടേജിൽ പ്രവർത്തിക്കുമ്പോൾ ക്ലാസ് H ആംപ്ലിഫയറുകൾ ഓഡിയോ സിഗ്നലിന്റെ ആവശ്യത്തിനനുസരിച്ച് വോൾട്ടേജ് മാറ്റിക്കൊണ്ടിരിക്കും. ലളിതമായി പറഞ്ഞാൽ പാട്ടിലെ ശബ്ദം കുറവായിരിക്കുമ്പോൾ ഇത് കുറഞ്ഞ വോൾട്ടേജിലും പെട്ടെന്ന് ഒരു വലിയ ബേസ് ശബ്ദം വരുമ്പോൾ ഉയർന്ന വോൾട്ടേജിലേക്കും തനിയെ സ്വിച്ച് ചെയ്യുന്നു. ഇതിനെ റെയിൽ ട്രാക്കിംഗ് എന്ന് വിളിക്കുന്നു. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറഞ്ഞ ചൂട്, ആവശ്യമുള്ളപ്പോൾ മാത്രം ഉയർന്ന വോൾട്ടേജ് ഉപയോഗിക്കുന്നതിനാൽ ആംപ്ലിഫയർ അമിതമായി ചൂടാകില്ല. ഉയർന്ന എഫിഷ്യൻസി, പവർ പാഴാക്കുന്നത് വളരെ കുറവാണ്. ഭാരം കുറവ്, വലിയ ഈറ്റ്സിങ്ങുകളുടെ ആവശ്യം കുറവായതിനാൽ ഇവ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്.